നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ ആ സ്കൂളിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാമെന്ന് മാതാപിതാക്കൾ എഴുതി നൽകാറുണ്ട്. പ്രത്യേകിച്ചും ആ സ്കൂളിലെ യൂണിഫോം ധരിക്കാൻ, അത് അവിടുത്തെ നിയമം നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ ഒരു കുട്ടിക്ക് മാത്രം ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമാണ് കൊച്ചി പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിന് പിന്നിൽ. ഏറ്റവും ഒടുവിൽ ആ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹിജാബ് വിവാദമുണ്ടായ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലേക്ക് ഇനി മകളെ വിടുന്നില്ലെന്നാണ് പിതാവ് പറയുന്നത്. സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കുട്ടിയുടെ TC വാങ്ങുകയാണെന്ന് പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. TC മേടിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ TC മേടിച്ചു പോയത്. ഒന്ന്, എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. 2, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുണ്ടായിരുന്നു. തുടർ പഠനത്തിന് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം, എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട്. പരാതിയുമായിട്ട് പോകും. അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. മാനേജ്മെന്റ് നിലപാടിനെതിരെ രംഗത്ത് വന്ന വിദ്യാഭ്യാസ മന്ത്രി കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നതിന് കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് വിരോധാഭാസമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടി എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയൂ. അതേസമയം സ്കൂളിലെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് സ്കൂളിൽ തുടർന്നും പഠിക്കാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഹെരീന ആൽബി പറഞ്ഞു. കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച് അറിയില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും. ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അത് തുടരുകയും ചെയ്യും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം നവമിയിലേക്കാണ്. നവമി, എന്തായാലും വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മാറ്റാൻ രക്ഷിതാക്കൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ ഹിജാബ് വിവാദത്തിന് പൂർണ്ണമായും ഒരവസാനമായി എന്ന് പ്രതീക്ഷിക്കാമോ? ടോം, ഏറെക്കുറെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഈ ഒരു വിഷയം ഇതോടുകൂടി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം കുട്ടിയെ TC മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നതിനായി പിതാവ് തീരുമാനിച്ചിരിക്കുകയാണ്.
കുട്ടി ശിരോവസ്ത്രം ധരിക്കാതെ സ്കൂളിലേക്ക് വരുമെന്ന് ഉറപ്പാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാം എന്ന രീതിയിൽ തന്നെയാണ് അധ്യാപകരും മാനേജ്മെന്റും തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും കുട്ടി തിരിച്ച് ആ സ്കൂളിലേക്ക് വരികയില്ല എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഈ ഒരു വിവാദം ഏകദേശം അവസാനിക്കുന്ന മട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിഷയം ഇത്രയും ആളിക്കത്തിയതിന് പിന്നിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ ഒരു പരാമർശം തന്നെയാണ്. ഈ ഹൈബിയുടെ എംപിയും അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷിയാസും, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഈ വിഷയം തുടങ്ങിയത് മുതൽ തന്നെ കുട്ടിയുടെ പിതാവിനെ പോയി കാണുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും സ്കൂളിന്റെ നിയമം അനുസരിച്ച് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ അടക്കം വിധികളുണ്ട്, പ്രസ്താവനകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിന് എന്താണോ സ്കൂളിപ്പോൾ പറയുന്ന നിലപാട് അതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് കൃത്യമായി തന്നെ കുട്ടിയുടെ പിതാവിനെ ബോധിപ്പിച്ചതാണ്. ആ സമയത്ത് അവർ സമ്മതിച്ചതുമാണ്. കുട്ടിയും അക്കാര്യം സമ്മതിക്കുന്നു. കാരണം കുട്ടിയുടെ സുഹൃത്തുക്കൾ സഹപാഠികൾ ഉള്ളിടത്താണ്, ഒരുപാട് നാളായി പഠിക്കുന്ന സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവരെ വിട്ട് പിരിയുന്നതിന് ബുദ്ധിമുട്ട് കുട്ടിക്കുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ താൻ ഇവിടെ തുടർന്ന് തന്നെ പഠിക്കാമെന്ന നിലപാട് തന്നെയാണ് കുട്ടിയും സ്വീകരിച്ചിരുന്നത്. കുട്ടിയുടെ പിതാവിനും അത് സമ്മതമായിരുന്നു. പക്ഷെ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്ന് വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്കൂൾ മാനേജ്മെന്റിനെ കടുത്ത നിലയിൽ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. PTA വിമർശിക്കുന്നു. കുട്ടിയുടെ പിതാവ് ചോദിച്ചത് അല്ലെങ്കിൽ കുട്ടിയുടെ അവകാശത്തെ ലംഘിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ഇത്രയേറെ ആളിക്കത്താൻ കാരണം. അത് പല രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് SDPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ ഒരു ആയുധമാക്കിയെടുത്തു. അത് വലിയ ഒരു സമൂഹത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് പോലും ഈ ഒരു പരാമർശങ്ങൾ അതിക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് പിന്നീട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ഹിജാബ് ധരിച്ചു തന്നെ കുട്ടി സ്കൂളിലേക്ക് എത്തുമെന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ മാനേജ്മെന്റ് അപ്പോഴും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടായില്ല. ഹിജാബ് സ്കൂളിന്റെ നിയമം അനുസരിച്ച് തന്നെ കുട്ടി സ്കൂളിലേക്ക് വരണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് പല തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇതിനു പിന്നാലെ നടന്നുവെങ്കിൽ പോലും ഇരുവരും അവരുടെ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായിട്ടില്ല. എന്തായാലും കുട്ടിയുടെ പിതാവിന്മേൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ സ്ഥിരീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഇന്നലെയൊക്കെ രാവിലെ ഒരു സമവായ ചർച്ചയിലേക്ക് ഒരു സാധ്യതയൊക്കെ നമ്മൾ കണക്കാക്കിയിരുന്നു. പ്രത്യേകിച്ച് KCBC അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ സർക്കാർ തലത്തിലേക്ക് ചർച്ച നടത്തുകയും ഇത് സർക്കാരിന്റെ സമവായത്തിൽ അല്ലെങ്കിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ വിഷയം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷെ വൈകുന്നേരം വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറായില്ല. വീണ്ടും മാനേജ്മെന്റിനെയും PTA-യും അഭിഭാഷകയെയും ഒക്കെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ വിമർശിക്കുകയും പല പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും മാനേജ്മെന്റ് ആ ഒരു നിലപാടിൽ നിന്ന് പിന്മാറുകയില്ല. പിന്നീട് പരസ്യ പ്രതികരണങ്ങളിലേക്ക്, ഇന്നലത്തെ ഒരു ദിവസം പരസ്യ പ്രതികരണത്തിലേക്ക് ഇരു കൂട്ടരും തയ്യാറായതുമില്ല. ഇന്ന് രാവിലെ ആണ് കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത്. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്, TC വാങ്ങുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വലിയ മാനസിക വിഷമം ഉണ്ടാക്കി. കുട്ടിയെ ആ സ്കൂളിൽ തുടർന്ന് പഠിക്കുന്നതിനുമൊക്കെ വലിയ വേദന ഉണ്ടാക്കി. ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് കുട്ടിയുടെയും തീരുമാനം. അതോടൊപ്പം തങ്ങളുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ കുട്ടിയുടെ മൗലിക അവകാശത്തിൽ പോലും മറ്റൊരു തരത്തിലേക്ക് വർഗീയവൽക്കരിക്കുന്ന ഈ ഒരു രീതിയോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ആ രീതിയിലേക്കും അല്ല ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടിയെ അത് തന്നെയാണ് നവമി സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതിന്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്ക് തന്നെയാണെന്ന് തുറന്നു പറയേണ്ടി വരും. കാരണം ഈ വിവാദമുണ്ടായ ആദ്യത്തെ ദിവസത്തെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടൊരു യുവാവ്, അത് അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല, ഏതെങ്കിലും ബാക്കി ഇടപെടലിന്റെ ഭാഗമായിട്ട് വന്ന വ്യക്തിയാണോ എന്നറിയില്ല. പക്ഷെ അയാൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ശിരോവസ്ത്രം ധരിച്ച സ്കൂൾ അധികൃതർക്ക്, പ്രിൻസിപ്പളിന് എങ്ങനെയാണ് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് ഒരു വിദ്യാർത്ഥിയോട് പറയാൻ കഴിയുക എന്ന്? ഇതാണ് SDPI ഉന്നയിക്കുന്നത്. ഇന്ന് സമസ്ത ഉന്നയിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ, അതായത് ആദ്യത്തെ ദിവസം ഉയർത്തിയ ഈ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്കൊപ്പം എത്തിയ ആ വ്യക്തി, ആ യുവാവ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത്. അതായത് മന്ത്രിയുടെ വാക്കുകൾ തന്നെ ഒരു വിരോധാഭാസം ഉണ്ട് എന്ന് തോന്നി. ഡാനി പോളിലേക്ക്. ഡാനി, ഇവിടെ ഇന്ന് V. ശിവൻകുട്ടി പറഞ്ഞ കാര്യം ഇതാണ്: ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം അനുവദിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന്? അതായത് നമുക്കറിയാം, അധ്യാപകർക്ക് സ്കൂളിൽ യൂണിഫോം വേണ്ട. കാരണം അവിടെ സാരി ധരിച്ചു വരാം, ചുരിദാർ ധരിച്ചു വരാം, അല്ലെങ്കിൽ അധ്യാപകർക്കാണെങ്കിൽ മുണ്ട് ധരിക്കാം.
പക്ഷേ അങ്ങനെ ഞങ്ങൾക്കും അതേപോലെ വേണം എന്ന് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അവരുടെ കുടുംബം ആവശ്യപ്പെടാൻ കഴിയുമോ? വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും യൂണിഫോം, പ്രത്യേകിച്ചും ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്കൂൾ ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. സ്കൂളിന് അത്തരത്തിലൊരു അധികാരമുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കുമോ? മന്ത്രിയുടെ വാക്കുകൾ തന്നെയല്ലേ, പ്രസ്താവനകൾ തന്നെയല്ലേ പ്രശ്നം ഇത്രയും വഷളാകാൻ കാരണമായത്? ഡാനി, ടോമിതില് തുടക്കത്തിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രശ്നം. ഇതൊരു സങ്കീർണതയിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്നത്. കാരണം ഇത് ഒരു തരത്തിൽ ഈ വിഷയം അവസാനിച്ചതാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീർത്തതാണ് എന്നത് പറയാം. അതിന് ഈ മാനേജ്മെൻറ്റായിട്ട് ഔദ്യോഗിക തലത്തിലുള്ളൊരു സംഭാഷണങ്ങൾ നടത്തിയില്ല എന്നതെല്ലാം തന്നെ പറയുമ്പോൾ പോലും ഈ വിഷയം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ അവസാനിച്ചു എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നൊരു സാഹചര്യമായിരുന്നു. അത് ആര് മുൻകൈ എടുത്തു എന്ന് ചോദിച്ചാൽ ഈ സ്ഥലത്തെ MP തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അദ്ദേഹത്തെ അതിൽ കുറച്ച് കാണേണ്ട ഒരു കാര്യവുമില്ല, അതിൽ മറ്റൊരു രാഷ്ട്രീയം കലർത്തേണ്ട കാര്യവുമില്ല. വളരെ സങ്കീർണതയോടുകൂടി ഒരുപക്ഷെ ഈ പല കോണുകളിൽ നിന്നും ഇപ്പോൾ പറയുന്നത് പോലെ സമുദായ ഒരു ധ്രുവീകരണം തന്നെ സംഭവിക്കാവുന്ന ഒരു വിഷയത്തിലേക്ക് വലിയ രീതിയിലേക്ക് പോകാതെ തന്നെ തുടക്കത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. അവിടെ നിന്നുമാണ് ഈ വിഷയത്തിന് പിന്നീടൊരു യൂട്ടേൺ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് വീണ്ടും സങ്കീർണതകളിലേക്ക് വഴിതിരിച്ചു വിടുന്നെങ്കിൽ അതിൽ ഒരു കാരണവുമായി വന്നിരുന്ന ഇതിൽ മന്ത്രിയുടെ ഒരു പ്രസ്താവനകൾ അടക്കം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മന്ത്രി ഒരല്പം മയപ്പെടുത്തിയെങ്കിലും അതിൽ ഒരു പിടിവാശിയെ അപ്പോഴും എപ്പോഴും എല്ലാം തന്നെ അദ്ദേഹം പിന്തുടരുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ചില കാര്യങ്ങളിൽ അത് അദ്ദേഹം പുലർത്തിയ ഒരു നിലപാടുകളുണ്ട്. ചില കാര്യങ്ങൾ അത് മൗലിക അവകാശങ്ങൾ എന്നെല്ലാം തന്നെ പറയുമ്പോഴും അത് മറുഭാഗത്തെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പലപ്പോഴും പോയതായിട്ട് തന്നെ ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അത് അവസാനിച്ചെടുത്തുന്ന വീണ്ടും തുടരാൻ അതിന് ഒരു ഇന്ധനമായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന തന്നെയായിരുന്നു. ഏതായാലും ഈ ടോമി ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ STPയെയും അതോടൊപ്പം തന്നെ പിന്നീട് മന്ത്രിയും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില കോണുകളിൽ എല്ലാം ഒരേ കാര്യങ്ങൾ തന്നെ എന്ന് പറയുന്നു. അധ്യാപകരുടെ ശിരോവസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അധ്യാപകർക്ക് ഒരു ഡ്രസ് കോഡ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ ഇതൊരു CBSE സ്കൂൾ ആണ് ഇത് നടത്തുന്നത്. അവർ വളരെ കൃത്യമായിട്ട് തന്നെ അവരത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു വസ്ത്രദാനമായിരിക്കണമെന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് ഒപ്പിട്ട് വാങ്ങിച്ച ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീട് ഇതിലേക്കെല്ലാം തന്നെ പോകുന്നത്, ഈ അധ്യയനത്തിലേക്കെല്ലാം തന്നെ പോവുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ നിയമാവലി എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിലേക്ക് ഈ സെൻറ്റ് റീത്താസിലേക്ക് വരുന്നതും അധ്യയനം തുടരുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. വളരെ അപ്പോൾ അത് മനസ്സിലാകാത്ത ഒരാളല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് ചോദിക്കുന്നിടത്തു നിന്നാണ് ഇതിൽ പുറമേ നിന്നുള്ള ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. അതെന്തായാലും അതിനെക്കുറിച്ച് നമുക്കും അറിയാത്ത കാര്യമാണ്. ആരെങ്കിലും ഇതിൽ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ അവിടെ ഈ കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ SDPI അടക്കമുള്ള ആളുകൾ ഇടപെട്ടിരുന്നുവെന്ന വിദ്യാലയത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആദ്യം അധ്യാപക രക്ഷകർത്താവിനോട് സംസാരിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം ഇതിന് ഈ കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണവും അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റിനോട് കൂടുതൽ ചോദ്യങ്ങളുമായി എത്തുന്നത് SDPI സംഘടന പോലുള്ളവരാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ഒരു രീതി അവിടെ അനുവർത്തിക്കപ്പെട്ടു എന്നതാണ് വളരെ ഗുരുതരമായൊരു ചോദ്യമായി ഉയരുന്നത്. ആ സങ്കീർണതകളിലാണ് ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന രീതിയിലടക്കം സ്ഥലം MP അടക്കം ഇടപെടുകയും അത് അന്ന് തീർന്നു എന്ന് പറയുകയും കുട്ടി അവിടെ തുടർന്ന് പഠിക്കും, ഈ നിയമാവലിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നെല്ലാം തന്നെ പറയുന്നിടത്ത് നിന്ന് ഈ മന്ത്രിയുടെ അന്നത്തെ ഒരു പ്രസ്താവനയോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് കാര്യങ്ങൾ കൈവിടുകയും ചെയ്യുന്നത്. അപ്പം വിദ്യാലയത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു കാര്യങ്ങൾ ലഘൂകരിക്കപ്പെടുന്ന രീതിയിലേക്കല്ല അതെല്ലാം തന്നെ പോയത്, കൂടുതൽ സങ്കീർണമാക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഇക്കാര്യത്തിലെല്ലാം ഒരു പൂർണ്ണതയിലേക്ക് വന്നു എന്ന് തന്നെ നമുക്ക് അല്പം കൂടെ പക്വതയോടു കൂടി നമ്മുടെ ഭരണ നേതൃത്വവും മറ്റും ഇവിടെ പ്രസ്താവനകൾ നടത്തേണ്ടതായിരുന്നു, ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിരുന്നു. കാരണം ഹൈബിയുടെ MP അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഒരു സമവായ ചർച്ച നടത്തി പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ വാക്കുകൾ ഈ കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കാനുള്ള കാരണമെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നവമി ദിനേശിലേക്ക്. നവമി, എന്തായാലും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സ്കൂളിൻ്റെ തീരുമാനം. അതായത് മന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ സ്കൂളിന് NOC കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യം പോലും വിദ്യാഭ്യാസ വകുപ്പാണ് തീരുമാനിക്കേണ്ടതെന്ന്.
സ്കൂളിൻ്റെ നിലവിലെ തീരുമാനം എന്താണ്? ഈ പ്രശ്നം ഒരു പരിധിവരെ, അതായത് ഒരു പരിധിവരെയും പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു നിയമ നടപടിയുമായിട്ട് സ്കൂൾ അധികൃതർ മുന്നോട്ട് പോകുന്നുണ്ടോ? മന്ത്രിയുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ സ്കൂളിന് NOC നൽകണമോ എന്ന കാര്യം ആലോചിക്കാം എന്ന തരത്തിലുള്ള പരാമർശം പോലും ഒരു ഭീഷണിയുടെ സ്വരം തന്നെയാണ്. അത് ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും സ്കൂള് ആവർത്തിച്ച് പറയുന്നത്, മന്ത്രി ആദ്യം പറഞ്ഞത് മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം കുട്ടിയെ സ്കൂളിനെ കയറ്റിയില്ല എന്നുള്ളതാണ്. അതായത് ശിരോവസ്ത്രം ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിലേക്ക് കയറ്റിയില്ല, പുറത്തു നിർത്തിയെന്ന റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ചത്. അത് തെറ്റാണെന്ന് തന്നെയാണ് തുടക്കം മുതൽ സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്, അവരുടെ കയ്യിലുണ്ട്. അതും കോടതിയിൽ സമർപ്പിക്കും. ആർട്സ് ഡേക്ക് ഉൾപ്പെടെ കുട്ടി ശിരോവസ്ത്രം ധരിച്ചെത്തുന്നതും ആ ആർട്സ് ഡേയിൽ പങ്കെടുക്കുന്നതുമെല്ലാം അവരുടെ പക്കൽ ദൃശ്യങ്ങളുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. വീണ്ടും ശിരോവസ്ത്രം ധരിച്ചു വരുമ്പോൾ പലതവണ കുട്ടിയുടെ അങ്ങനെ വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി അത് വരുന്നുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളെ ഇക്കാര്യം വിളിച്ച് അറിയിക്കുന്നുണ്ട്. പിന്നീട് ഒരു ചർച്ച നടത്തുമ്പോഴാണ് അവരോടൊപ്പം SDPയുടെ ആളുകളെ കൂടി സ്കൂളിലേക്ക് എത്തിക്കുകയും അവർ ഒരു ഭീഷണി എന്ന രീതിയിൽ തന്നെ സിസ്റ്റർമാരോടും, അതായത് പ്രിൻസിപ്പലിനോടും മറ്റ് അധ്യാപകരോടുമൊക്കെ ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള സംഭാഷണമായിരുന്നു അവരവിടെ നടത്തിയതെന്ന് തുടക്കം മുതൽ തന്നെ മാനേജ്മെന്റും പ്രിൻസിപ്പലും ഒക്കെ ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിക്കാനാണ് സ്കൂളിന്റെ തീരുമാനം. അതായത് മന്ത്രി പറഞ്ഞത് തെറ്റായ കാര്യമാണ്. സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു കുട്ടിയെ ഹിജാബ് ധരിച്ചെത്തി എന്നതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിലേക്ക് കയറ്റാതെ ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ കുട്ടിയെ പുറത്ത് നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവരുടെ വാദം. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം രേഖകളടക്കം സമർപ്പിക്കുമെന്ന് തന്നെയാണ് അഭിഭാഷകരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കോടതിയിൽ ഈ ഹർജി ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയും പ്രിൻസിപ്പൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് പറഞ്ഞു, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമായതിനാൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിയമം ആ വഴിക്ക് തന്നെ പോകട്ടെ, അതിനുശേഷമൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഇന്നും കുട്ടിയുടെ പിതാവും അഭിഭാഷകനുമായിരുന്നു ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അവരും പറയുന്നത് നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. എന്തായാലും കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയം ഇരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കോടതിയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവ് വന്നതാണ്. സ്കൂളിലെ നിയമങ്ങൾ, കുട്ടികൾ പാലിക്കേണ്ട നിയമങ്ങൾ അതെന്തൊക്കെയാണെന്ന് മാനേജ്മെന്റിന് തന്നെ തീരുമാനിക്കാമെന്ന കാര്യം കോടതി നേരത്തെ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും ഈ ഒരു ഹിജാബ് ധരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഹർജി ഇനി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങൾ എന്നതാണ് ഉറ്റുനോക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. നവമി ദിനേശും ഡാനി പോളുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. റാന്നി കോടതി ഉണ്ണികൃഷ്ണനെ SIT കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 30 വരെയാണ് കസ്റ്റഡി. പോറ്റിയുമായി ബംഗളൂരു ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. തന്നെ കുടുക്കിയെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരവേ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. കോടതി പരിസരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേറുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. പ്രതിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യപരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചു. മറ്റ് രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ചിരുന്നു. പോറ്റി കുടുക്കിയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അസംഷൻസ് ആണ്. അദ്ദേഹത്തിന് പരിപൂർണ്ണമായിട്ട് അന്വേഷണത്തിന്റെ പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ യഥാഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കോടതിയിൽ ബഹുമാനയുടെ കോടതിയിൽ ബാക്കിയുള്ള രേഖകൾ ലഭിച്ച ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. 14 ദിവസത്തെ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ ശാരീരികമായ പല പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ
ശക്തിപ്പെടുത്തുന്ന കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കോടതി പോലീസ് കസ്റ്റഡി നൽകിയ കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. 13 ദിവസമാണ് കസ്റ്റഡി. 13 ബാക്കിയുള്ള കോടതി ബഹുമാന കോടതിയിലുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിൽ ബെയിലും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് സ്വർണ്ണ കാണാതായി ബന്ധപ്പെട്ട മാത്രമായിരുന്നു. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരനും ശശിനാരായണനും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, ഇത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ വലിയ സംഭവം തന്നെയാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം. അതിൽ 2 കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എന്തായിരിക്കും ഇനി തുടർ നടപടി എന്നറിയണം. തെളിവെടുപ്പ്, വിശദമായ ചോദ്യം ചെയ്യൽ. ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കണ്ടെത്തിയിട്ടുണ്ടോ? ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ? ഇതൊരു വലിയൊരു വിശ്വാസ സമൂഹത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രതിപക്ഷവും BJP നേതൃത്വവും അടക്കം ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വം നൽകിയിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അതായത് പരമാവധി ഈ പ്രതിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ 10-11 മണിക്കൂറോളം ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പകൽ അറസ്റ്റ് ചെയ്ത് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ തിരുവനന്തപുരം ഇഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിക്കുകയും അവിടെ മറ്റ് 2 അന്വേഷണ ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ അതായത് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും പരമാവധി ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഇത്തരത്തിൽ ശേഖരിച്ചതിന് ശേഷം മറ്റു തെളിവുകൾ സ്വീകരിക്കുക. അതായത് ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട്. അദ്ദേഹത്തിന് ഈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഈ ഒരു മൊഴികൾ തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. അത്തരത്തിൽ പരസ്പര വിരുദ്ധമായ ഒരു മൊഴി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിൽ ഏത് രീതിയിലാണ് ഈ ഒരു ഗൂഢാലോചന നടന്നത്? അതായത് ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പകരം ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ഇതിന്റെ ദേവസ്വം ബോർഡ് തലത്തിലും അടക്കം ഇതിന് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ്, അതായത് ദേവസ്വം ബോർഡിനെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. ആ ശബരിമല ക്ഷേത്രത്തിൽ ഹൈക്കോടതിയുടെ അടക്കം നിരീക്ഷണമുള്ള ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൃത്യമായി ജീവനക്കാരുടെ അടക്കം പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള മൊഴിയാണ് ഇന്നലെ അടക്കമുള്ള ചോദ്യം ചെയ്യലിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ തട്ടിയെടുത്ത സ്വർണം വീതം വെച്ചു ജീവനക്കാർക്കടക്കം നൽകി എന്ന ഒരു നിർണായക മൊഴി അദ്ദേഹം രേഖപ്പെടുത്തി എന്നടക്കം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക. അതായത് ഇനി സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട്. പങ്കജ് ഭണ്ഡാരി പിന്നെ ഈ ഒരു മറ്റൊരു വ്യക്തിക്ക്, ബാംഗ്ലൂരിലുള്ള മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു സ്വർണം കൈമാറി എന്ന് പറയുന്നു. അദ്ദേഹമാണ് ഇടനിലക്കാരൻ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ഈ സ്വർണം പല സംസ്ഥാനങ്ങളിലേക്ക് അടക്കം എത്തിച്ചു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതായത് ഇതൊരു വലിയൊരു തട്ടിപ്പായി, അതായത് നമ്മൾ കരുതുന്നതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. അതായത് യാതൊരുവിധ വിവരങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല. കാരണം ഇത് കുറേയധികം സെൻസിറ്റീവായ ഒരു വിഷയമാണ്. കാരണം ഇത് സർക്കാരിനെതിരെയും മാത്രമല്ല ഇതൊരു വിശ്വാസി സമൂഹത്തിനെതിരെയൊക്കെ തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ഹൈക്കോടതി അങ്ങനെ നിർദ്ദേശം വെച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. ഇനി തെളിവെടുപ്പ് അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഇനി പോവുക. അതായത് കൂടുതൽ ഇത്തരത്തിലുള്ള, അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ചെന്നെത്തും. അതുമാത്രമല്ല അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയതും തിരിച്ചെത്തിയതുമായ യാത്രാരേഖകളും ഇതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. മാത്രമല്ല 1999 ഈ ഒരു സ്വർണം പൂശിയ ഈ ഒരു വിജയമല്യ സ്വർണം പൂശിയ നാൾ തൊട്ട് 2019 വരെയും ഈ വർഷം വരെയുമുള്ള എല്ലാ കാര്യങ്ങളും രേഖകളും മറ്റും പരിശോധിച്ച് അത്തരത്തിൽ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള ചെറുതോ വലുതായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ആ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ എത്തേണ്ടതുണ്ട്. അങ്ങനെ ഇതൊരു വലിയൊരു പ്രതിസന്ധി, അതായത് വലിയൊരു
അന്വേഷണത്തിന്റെ തുടക്കം, ഒരു ആദ്യ ചുവട് എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സാരംഗ് തുടരുക. ഈ 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് SIT പറയുന്നത്. കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണം. ഭക്തരുടെ വിശ്വാസത്തെ ഖനിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വർണം കൊണ്ടുപോയെന്നും വിവരമുണ്ട്. ശശിനാരായണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെ കുടുക്കിയതാണ്, കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ ഈ കേസിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുമായിരിക്കും. കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണം. ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ നിർണായകമാണ്. ദിവസങ്ങൾ, ഈ കസ്റ്റഡി കാലാവധി ഏറെ നിർണായകമാണ്. ആർക്കൊക്കെയാണ് ഇനി നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെതിരായിട്ടുള്ള നടപടി ഉണ്ടായി? കൂടുതൽ അറസ്റ്റുകൾ, മറ്റു നടപടികൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? ടോം, തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിലെ കസ്റ്റഡി അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. അത് തന്നെ കുടുക്കിയതാണ്, ഇതില് തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നൊരു കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്കായി പറഞ്ഞ 2 കാര്യങ്ങൾ. ഇത് തന്നെയാണ് പ്രധാനമായും SIT ഉന്നയിക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇതിൽ വലിയൊരു തട്ടിപ്പാണ് നടന്നത്. അതായത് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്, അതല്ല ഇതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ നാഗേഷ്, കൽപേഷ് അങ്ങനെ തുടങ്ങിയ ആളുകൾ അടക്കമുള്ള വലിയൊരു ശൃംഖല ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ടാണ് കോടതിയിൽ കൃത്യമായി പറഞ്ഞത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകിട്ടണം, പരമാവധി ദിവസം അദ്ദേഹത്തെ തെളിവെടുപ്പിനായി കൊണ്ടുപോകണം, പല സ്ഥലങ്ങളിൽ എത്തിക്കണം, അവിടെ എല്ലാം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്, തെളിവുകൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ പരമാവധി ദിവസം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. അത് കോടതി പൂർണ്ണമായി അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. 14 ദിവസവും കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും 6 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ കേസ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ നിർണായകമായ രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി മറ്റ് പ്രതിയിലേക്ക് അന്വേഷണങ്ങൾ പോവുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് പോകും. അത് കൂടുതലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെയും പരിശോധനകളുടെയും ഒക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് പ്രതികളിലേക്ക് അറസ്റ്റിന് പോവുക. അതെന്തായാലും വരും ദിവസങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ കൃത്യമായി SITയും ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്. അതും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. ദ്വാരപാലകരെ പൂശിയിട്ടുള്ള സ്വർണം, അതായത് ദ്വാരപാലക ചെമ്പ് പാളിയിൽ പൂശിയിട്ടുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് സ്വർണം പൂശിയതായി പറയുന്നത് 394 ഗ്രാം സ്വർണമാണ്. ബാക്കിയുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തതായിട്ടാണ് ക്രൈംബ്രാഞ്ചിനോട് മൊഴി നൽകിയിട്ടുള്ളത്. ഈ സ്വർണം ആരൊക്കെയാണ് പങ്കുവെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ ആരെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടോ? അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണോ, ബോർഡ് ഉദ്യോഗസ്ഥരാണോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ്? മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് അടക്കമുള്ള അവിടാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. അവിടുത്തെ ആളുകൾ മുതൽ ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ ചെന്നൈയിലും ഒക്കെ കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം അവിടെയൊക്കെ ഉള്ള പങ്കുകൾ, ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇതിനകത്ത് പങ്ക് പറ്റിയിട്ടുണ്ട്, ആരൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ വലിയ ഒരു അന്വേഷണം തന്നെയാണ് ഈ SIT നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ 14 ദിവസം ആവശ്യപ്പെട്ടത്. 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തുള്ളത്. ഒന്ന് ഈ സ്വർണ്ണപ്പാളി, ഈ ശ്രീകോവിലിന്റെ കട്ടളപ്പാളി സ്വർണം പൂച്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസും, രണ്ടാമത്തെ കേസ് ദ്വാരപാലകര സ്വർണം പൂച്ചുമായി ബന്ധപ്പെട്ട കേസ്. അങ്ങനെ 2 FIRകളാണ് കോടതി സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കേസിലാണ്, അതായത് സ്വർണ്ണപ്പാളിയിൽ ശ്രീകോവിലിന്റെ കട്ടളപ്പാളി സ്വർണം പൂച്ചുമായി ബന്ധപ്പെട്ടാണെന്ന് കേസ് പരിഗണിച്ചത്. അതിനാണ് കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ളത്. അതിനാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കസ്റ്റഡി അപേക്ഷ ഇതിന് ശേഷമായിരിക്കും സമർപ്പിക്കുക. എന്തായാലും 6 ആഴ്ച കൊണ്ട് കൂടുതൽ സമയം ഈ പെട്ടെന്ന് ഈ 6 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കോടതിക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സമയം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിനും നടപടിയിലേക്ക് കടക്കുക എന്നുള്ള വലിയൊരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ ഈ പോലീസ് അന്വേഷണ സംഘം കൃത്യമായ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തും. പക്ഷേ ഇപ്പോൾ ഇന്ന് നട തുറക്കുന്ന ദിവസമാണ്. നട തുറന്നതിന് ശേഷം രാഷ്ട്രപതി വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ശബരിമലയിൽ സന്നിധാനത്ത് എത്തിക്കുക, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുക. ബാംഗ്ലൂരും ഹൈദരാബാദിലും ചെന്നൈയിലും അടക്കം
സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കും. അവിടെ നിന്നെല്ലാം വ്യക്തമായ തെളിവുകൾ ശേഖരിക്കണം. അങ്ങനെ പഴുതടച്ചൊരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഈ കുറ്റപത്രം പോലീസിന് സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണമാണ് അവിടെ നടത്തുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, നിലവിൽ ഇപ്പോൾ 2 എഫ്ഐആറിനകത്തും ഉള്ള പ്രതികളുടെ എണ്ണം ആദ്യത്തെ എഫ്ഐആറിനകത്ത് 8 പേരും രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് 10 പേരുമാണ് പ്രതികളായിട്ടുള്ളത്. ഈ പ്രതികളെ കൃത്യമായി കണ്ടെത്തുക. അതിന് ഒരുപക്ഷെ ഇനി അന്വേഷണം മുന്നോട്ട് പോകും തോറും ഈ പ്രതികളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ എണ്ണം കൂടാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഇതിനകത്ത് പങ്കാളിയുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അത്തരം ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതികളായി വരാം. ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ പ്രതികളായിട്ട് വരാം. അത് ഓൾറെഡി പ്രതിയായിട്ടുണ്ട് എങ്കിൽ പോലും ഇനി മറ്റുള്ള ആളുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതെല്ലാം പ്രതികളായി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിക്കുന്ന മൊഴികൾ നിർണായകമാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് താൻ മാത്രമല്ല ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ സ്വർണം കട്ടവരെ എല്ലാ നിയമത്തിനും മുന്നിൽ കൊണ്ടുവരണം. കൂട്ടുപ്രതികൾ ആരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, മറ്റു പലരും ഇതിന് പങ്കുവഹിച്ചിട്ടുണ്ട്, ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അവർക്കെതിരായ ഒരു വിശദമായ അന്വേഷണം നടത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ക്രൈംബ്രാഞ്ചിന് കഴിയണം. കോഴിക്കോട് പേരാമ്പ്രയിൽ +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. പേരാമ്പ്ര സ്വദേശി അഭിനവിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. തോളലിന് പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. വിദ്യാർത്ഥിയുടെ പരാതിയിൽ സ്കൂളിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. അങ്ങോട്ട് വിളിച്ചേനും ആരോ ചെന്നില്ലേനും എല്ലാവരും കൂടി വന്ന് +1 അടിച്ച. പിന്നെ ഒരുമിച്ച് എന്നെ അടിച്ചത്. നിലത്ത് വീണാരോ അവിടെ നിന്ന് ചവിട്ടി അതിൽ കയറ്റി ഹോസ്പിറ്റലിൽ പോയി. സ്കൂളുകാരെ കൊണ്ടുപോയത് അല്ലല്ല, കുട്ടികൾ ടീച്ചേഴ്സ്. പിന്നെ നിയമത്തിലെത്തിയാരാ എന്ത് കാരണം പറഞ്ഞ കുട്ടികൾ അടിച്ചത്? അതാണോ റാഗിങ് തന്നെ. അങ്ങോട്ട് ചെന്നില്ലേനോ ബസ്സിനെ വിളിച്ചാരോ ആരോ അതിനെ കൊണ്ട് അടിച്ചത്. എല്ലാവരും കൂടി വന്ന് സ്കൂൾ വിട്ട് CCTVന്റെ മുന്നിൽ നിന്നല്ലേനും ഇങ്ങോട്ടൊന്ന് അടിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, സ്കൂൾ തുടങ്ങിയ ഈ സ്കൂൾ തുറന്ന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള റാഗിങ്ങിൻ്റെ പേരിൽ +1 വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി തല്ലിച്ചതച്ച നിരവധി വാർത്തകൾ, പ്രത്യേകിച്ചും കോഴിക്കോട് നിന്നാണ് കൂടുതൽ ഇത്തരം വാർത്തകൾ കേട്ടത്. പക്ഷേ ഇപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നിൽ ഒരു റാഗിങ് ആക്രമണം എന്ന് പറയാമോ, അതോ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ രീതിയിൽ +1 വിദ്യാർത്ഥി അഭിനവിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്? ടോം, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സ്കൂളുകളിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അക്രമവാസന കുട്ടികൾ പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പറയാൻ കഴിയുന്നത്. പലപ്പോഴും ഇത് കുട്ടികൾ തമ്മിലുണ്ടാവുന്ന പല കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചൊല്ലി ഉണ്ടാവുന്ന തർക്കങ്ങളും അത് സംഘർഷത്തിലൊക്കെ കലാശിക്കും. പക്ഷേ സംഘർഷത്തിൽ കലാശിച്ച ശേഷം പിന്നീട് റാഗിങ്ങായി മാറുന്ന കാഴ്ചയും പലപ്പോഴും കാണാറുണ്ട്. പലയിടങ്ങളിലും ചിലപ്പോൾ ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും റാഗിങ്ങിന്റെ സമാനമായ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ അഭിനവ് എന്ന 16 വയസ്സുകാരൻ +1 പഠിക്കുന്ന കുട്ടി പറയുന്നത് തങ്ങളുടെ അടുത്തേക്ക് വരാനായി ഈ +2 വിദ്യാർത്ഥികൾ അഭിനവിനെ വിളിച്ചു. അഭിനവ് വരാൻ തയ്യാറായില്ല. അയാൾ നടന്ന വശത്തോട് തന്നെ നടന്ന് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. സ്കൂൾ കഴിഞ്ഞ സമയമായിരുന്നു, 4 മണിക്ക് ശേഷമായിരുന്നു. അതുകൊണ്ട് ഇയാൾ ഇവരുടെ ഭാഗത്തേക്ക് പോകാതെ നേരെ തന്നെ നടന്ന് പോകാൻ ശ്രമിച്ചപ്പോഴാണ് പിടിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഒറ്റ അടിയിൽ തന്നെ അഭിനവ് താഴെ വീണു. താഴെ വീണ ശേഷം നിലത്തിട്ട് ചവിട്ടുന്ന ഒരു രീതിയിലേക്ക് ഈ കുട്ടികൾ സീനിയർ വിദ്യാർത്ഥികൾ മാറി. ഇയാൾക്കിടെ തോളലിനൊക്കെ പരിക്ക് പറ്റുകയും ആശുപത്രിയിൽ ചികിത്സ എടുക്കുകയും ചെയ്തിരുന്നു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റു ചില വിദ്യാർത്ഥികൾ പിടിച്ചു മാറ്റാനും മറ്റുമൊക്കെ എത്തിയെങ്കിലും അവർക്കും മർദ്ദനമുണ്ടായി എന്നാണ് പറയുന്നത്. പിന്നീട് മറ്റു ചില സഹപാഠികൾ എത്തിയാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. ഈ കുട്ടി പറയുന്ന അതനുസരിച്ച് ഈ
അടുത്തേക്ക് വിളിച്ചപ്പോൾ ചെന്നില്ല എന്ന ഒറ്റ കാരണത്താലാണ് മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. നമുക്കറിയാം അടുത്ത കാലത്ത് തന്നെയാണ് ഈ സാമൂതിരി സ്കൂളിലും സമാനമായ രീതിയിലുള്ള മർദ്ദനം. ഈ +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ആ +1 വിദ്യാർത്ഥി ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയൊക്കെ തേടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും ഈ +1, +2 കുട്ടികൾ തമ്മിലാണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അവർ ചിലപ്പോൾ സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലം ഈ +1 വിദ്യാർത്ഥികൾ കൈവശപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റിലെ ഒരു പ്രത്യേക മേഖല ഈ ഒരു വിഭാഗം കൈയടക്കി വെക്കുന്ന ഇടത്തേക്ക് പുതിയ കുട്ടികൾ എത്തുക, അതായത് തങ്ങൾ സ്കൂളിൽ നിന്ന് പോയ ശേഷം മാത്രമോ ഇത്തരത്തിൽ തങ്ങൾ കൈയടക്കിയിരിക്കുന്ന സ്ഥലങ്ങളും തങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന മൂലകളുമൊക്കെ +2കാർക്ക് വിട്ടു നൽകുക എന്നുള്ള നിലപാട് പലപ്പോഴുമൊക്കെ സ്വീകരിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളും ഈ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ കലാശിക്കാറുണ്ട്. എന്തായാലും ഇവിടെ പൂർണ്ണമായും റാഗിംഗ് സ്വഭാവമുള്ള ഒരു പരാതി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ പറയാൻ കഴിയുന്നത്. ഈ കുട്ടി ഈ 13-ാം തീയതിയാണ് ആ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് തന്നെ സ്കൂളിലെ പരാതി നൽകിയിരുന്നു. സ്കൂളിൽ നൽകിയ പരാതി ഈ പ്രിൻസിപ്പൽ ഇത് ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക്, അതായത് റാഗിംഗ് വിരുദ്ധ കമ്മിറ്റികൾ ഓരോ സ്കൂളുകളിലുമുണ്ട്, അത്തരത്തിലൊരു കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒപ്പമുണ്ടായിരുന്ന കുട്ടികൾ, ആക്രമണം നടത്തിയെന്ന് പറയപ്പെടുന്ന കുട്ടികൾ, ഈ ആക്രമണത്തിന് ഇരയായ അഭിനവ്, ഇവരുടെയൊക്കെ മൊഴിയെടുത്ത ശേഷം മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷമാവും ഇത് റാഗിംഗ് സ്വഭാവമുള്ള കുറ്റമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയാണോ എന്നത് സംബന്ധിച്ചൊരു കൃത്യതയിലേക്ക് എത്തുക. എന്തായാലും രണ്ടായാലും ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ റാഗിങ്ങിന്റെ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ അത് പരാതി പോലീസിന് കൈമാറും. ഇന്ന് വൈകുന്നേരത്തിലൂടെ അത്തരത്തിൽ റാഗിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഈ 13-ന് നടന്ന ആ സംഭവം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഈ റാഗിംഗ് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നില്ല. അല്ലെങ്കിൽ വളരെ റാഗിംഗ് കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുണ്ടോ അനീഷ്? ടോം, ഈ ഘട്ടത്തിൽ പോലീസ് നടപടി എടുത്തിട്ടില്ല. കാരണം ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് ഈ സംഭവങ്ങളെപ്പറ്റി ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷം ഈ റാഗിംഗ് നടന്നു എന്ന് കണ്ടെത്തിയാലാണ് പരാതി പോലീസിന് കൈമാറുക. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ നടപടിക്രമങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ ഈ അഭിനവിന്റെ കുടുംബം പറയുന്നത് 13-ന് സംഭവം നടന്ന പരാതി ആന്റി റാഗിംഗ് കമ്മിറ്റിക്ക് നൽകിയിട്ടും ഇത്രയധികം ദിവസങ്ങളായി ഈ പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഈ റാഗിംഗ് ആണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണോ എന്ന് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്കൊന്നും എത്തിയതായി കുടുംബത്തിന് വിവരം നൽകിയിട്ടുമില്ല. അതുകൊണ്ട് പരാതിയിൽ മേൽ അന്വേഷണം വൈകുന്ന സാഹചര്യത്തിൽ നേരിട്ട് പോലീസിന് പരാതി നൽകാനുള്ള ഒരു നീക്കമാണ്. ഇന്ന് തന്നെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുംബം നേരിട്ട് പോലീസിൽ സമീപിച്ച് കേസുമായി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമാണ്. എന്തായാലും ഇത് മുന്നോട്ട് വെച്ചു ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് അഭിനവിന്റെ കുടുംബം പറയുന്നത്. കാരണം തോളിനൊക്കെ കാര്യമായ ഈ കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. +2 വിദ്യാർത്ഥികൾ മുതിർന്നവരെന്ന പേരിൽ ഈ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ 1-ാം വർഷ വിദ്യാർത്ഥികളോട് ഇത് കാണിക്കുന്നത് വലിയ ക്രൂരതയാണ്. ക്രൂരമായ മർദ്ദനമാണ് സംഘം ചേർന്നുണ്ടാകുന്നത്. നമുക്കറിയാം താമരശ്ശേരിയിലും മറ്റുമൊക്കെ ഒരു കുട്ടി മരിച്ച സംഭവം, നമ്മൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. കുട്ടികൾ തമ്മിൽ ഉണ്ടായ ഒരു കയ്യാങ്കളിയാണ്. പക്ഷേ ആ കയ്യാങ്കളി അവസാനിച്ചത് വൻ ദുരന്തത്തിലാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് കേട്ടോ. ചെറിയൊരു കയ്യാങ്കളിയായിരിക്കും ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥികളുടെ ജീവനെടുക്കുന്ന സംഭവങ്ങളിലേക്ക് പോലും വഴിമാറുന്നത്. ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾക്ക് കൃത്യമായൊരു കൗൺസിലിംഗ് കൊടുക്കാനാണ് സ്കൂൾ അധികൃതരും രക്ഷിതാക്കൾക്കുമൊക്കെ തയ്യാറെടുക്കേണ്ടത്. ആലുവ ചെങ്ങമനാട് ദേശം സ്വദേശിയായ 14 വയസ്സുകാരനെ കാണാനില്ല. ഇന്നലെ രാത്രി കത്തെഴുതി വെച്ച് വീട് വിടുകയായിരുന്നു. വിദ്യാധിരാജ വിദ്യാഭവനിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി ശ്രീദേവ് PS-നെയാണ് കാണാതായത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെ രാത്രി കത്തെഴുതി വെച്ചിട്ടാണ് ഈ വിദ്യാർത്ഥി വീട് വിട്ടിറങ്ങിയത്. എന്താണ് കത്തിൽ പറയുന്നത്? എന്തെങ്കിലും വീട്ടുകാരുമായിട്ടുള്ള മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നമാണോ, അതോ മറ്റെന്തെങ്കിലും പഠനവുമായിട്ടുള്ള സമ്മർദ്ദമാണോ വീട് വിട്ടിറങ്ങാൻ കാരണം? നിലവിലെ പോലീസിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? മാതാപിതാക്കൾ കുട്ടിയെ മുറിച്ച് അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയാഞ്ഞത് പിന്നീടാണ് ഈ കത്ത് കണ്ടെത്തുന്നത്. ആ കത്തിൽ പറയുന്നത് തനിക്ക് സമാധാനം വേണം, 1 മാസം തന്നെ അന്വേഷിക്കരുത്, താൻ പോകുന്നു എന്നായിരുന്നു ആ കത്തിലുള്ളത്. ഇതിനെ തുടർന്ന് തന്നെ കുട്ടിയുടെ പിതാവ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും CCTV, കുട്ടി കടന്നു പോകാൻ സാധ്യതയുള്ള വീടിന്റെ പരിസരം, മറ്റിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെ CCTV പരിശോധനയിലാണ് കുട്ടി രാവിലെ പുലർച്ചെ 12:30യോടുകൂടി
ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ട്രെയിനിൽ, അതായത് പുലർച്ചെ 12:30 ആലുവയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ട്രെയിനിൽ കുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയതായി കണ്ടെത്തിയത്. ഇന്നലെ കുട്ടിയുടെ കുടുംബം തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ സമീപ പ്രദേശങ്ങളിൽ ഒരു അന്വേഷണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസിനെ എല്ലാ ജില്ലകളിലും പോലീസിനെയും ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ഫോട്ടോ സഹിതം കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ ചില സുഹൃത്തുക്കൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതും ഈ വീട് വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. അസ്വാഭാവികമായിട്ടുള്ള ഒരു പെരുമാറ്റമൊന്നും കുട്ടിയിൽ നിന്നുണ്ടായിരുന്നില്ല. ഇന്നലെ കുട്ടിക്ക് ഫോൺ ഉണ്ട്, പക്ഷെ അത് കുറച്ചു സമയം മാത്രമേ മാതാപിതാക്കൾ കയ്യിൽ കൊടുക്കുകയുള്ളൂ. അത് തിരിച്ച് മാതാപിതാക്കൾക്ക് കൈമാറുകയും ചെയ്യും. ആ ഫോൺ പരിശോധിച്ചതിൽ നിന്നും മറ്റേ ഒരു തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒന്നും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കുട്ടിയുടെ പിതാവിന്റെ ലാപ്ടോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ലാപ്ടോപ്പും കുറച്ചു സമയം കുട്ടിക്ക് കൈമാറി. അതിലും പിന്നീട് പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് കുട്ടി വീട് വിട്ടു പോകാൻ കാരണമെന്ന് ഇപ്പോഴും അറിയുന്നില്ല. എന്തായാലും കുട്ടിയുടെ അധ്യാപകരുടെയും പോലീസ് അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും മൊഴി എടുത്തിട്ടുണ്ട്. കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. എന്താണ് കുട്ടി ഇപ്പോഴും ഇങ്ങനെ വീട് വിട്ടു പോകാൻ കാരണമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള സ്റ്റേഷനിലേക്കോ അറിയിക്കണമെന്നാണ് പോലീസും ഒപ്പം കുട്ടിയുടെ കുടുംബവും അഭ്യർത്ഥിക്കുന്നത്. ടോം, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി, എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഈ കുട്ടി പോയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് CCTV ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ തിരുവനന്തപുരത്ത് കുട്ടിയുടെ ബന്ധുക്കളോ മറ്റോ ഉണ്ടോ? എവിടേക്ക് പോകാനായിരിക്കും സാധ്യത? കുടുംബത്തിൻ്റെ ഒരു സംശയം എന്താണ്? കുടുംബത്തിന്റെയും സംശയം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് പോയതെന്ന് അറിയില്ല. കാരണം അവർക്ക് ബന്ധുക്കൾ ആരും തന്നെ തിരുവനന്തപുരത്തില്ല. പക്ഷെ ആദ്യമായിട്ടാണ് കുട്ടി ട്രെയിനിൽ പോലും കയറുന്നത്. കുട്ടിയുടെ പിതാവ് പറയുന്നത് അങ്ങനെ ട്രെയിനിൽ സഞ്ചരിച്ച പരിചയം പോലും കുട്ടിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ ട്രെയിനിൽ കയറി യാത്ര ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. അവരും ആകെ വിഷമത്തിലാണ്, പരിഭ്രാന്തിയിലാണ്. കുട്ടിയെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരും. പോലീസിന്റെ സഹായവും ആ വിധത്തിൽ കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. വേഗം ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ, ഈ കുട്ടി പോകാൻ സാഹചര്യമുള്ള ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ എടുക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം വിവരം അറിയിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി കുടുംബം നൽകുന്നുണ്ട്. ഈ ആദ്യമായിട്ടാണ് കുട്ടി ട്രെയിനിൽ കയറുന്നത് എന്നുകൂടി പിതാവ് പറയുന്നുണ്ട്. പക്ഷെ എന്തിനാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടുമില്ല. കുടുംബവും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് നെടുമ്പാശ്ശേരി പോലീസും വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം സ്വദേശിനിയ അതുല്യ ഷാർജയിൽ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്താൻ ക്രൈംബ്രാഞ്ച്. കൊലക്കുറ്റത്തിന് തെളിവ് കണ്ടെത്താനാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്ത് പ്രതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. ഷാർജയിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാനും ശ്രമം തുടരുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സതീഷ് നിലവിൽ റിമാൻഡിലാണ്. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേർന്നു. വിനീഷ്, കഴിഞ്ഞ ദിവസം കൊലക്കുറ്റത്തിന് കേസെടുത്തതിന് കോടതി രൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിനെതിരെ ഉയർത്തിയതാണ്. കൊലക്കുറ്റം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം? ടോം, കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഈ പ്രതി സതീഷ് ഉള്ളത്. നമുക്കറിയാം, ജൂലൈ 19-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊല്ലം സ്വദേശിനിയായ അതുല്യയെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതുല്യയും ഭർത്താവും ഒരുമിച്ച് താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണം ദുരൂഹ മരണമാണെന്നും കൊലപാതകമാണെന്നും ആവശ്യപ്പെട്ട് ഇതിൽ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ നിലവിൽ അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലും വന്ന് ഈ
മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുന്ന സാഹചര്യമൊക്കെ എത്തി. പക്ഷേ ഈ 2 പോസ്റ്റ്മോർട്ടത്തിലും മരണം തൂങ്ങി മരണമാണ്, മരണകാരണം തൂങ്ങി മരണമാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതിൽ തുടർന്നാണ് കുടുംബം കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ നിലവിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഈ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ വിശദമായിട്ടുള്ള നടന്നു വരുമ്പോഴാണ് നിലവിൽ ഈ പ്രതിക്ക് ജാമ്യം കോടതി അനുവദിച്ചത്. അത് ജാമ്യം അനുവദിക്കാനുള്ള പ്രധാന കാരണം ഇതിൽ തെളിവുകൾ, കൊലക്കുറ്റത്തിനായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാരണത്താലാണ് ജാമ്യം അനുവദിച്ചത്. തുടർന്നാണ് ഇതിൽ ചില ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ട് കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചത്. ഈ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. ഈ അതുല്യയെ പ്രതി ക്രൂരമായി മർദ്ദിക്കുന്നു, അസഭ്യം പറയുന്നു, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മുറിവുകൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കോടതി കൃത്യമായി പരിശോധിച്ചതിനെ തുടർന്നാണ് സതീഷിന് ഉപാധികളോടെ സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദു ചെയ്യുകയും സതീഷിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ഈ സതീഷിനെ കസ്റ്റഡിയിൽ എടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നത്. 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ കേസിൽ കൊലക്കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള തെളിവുകൾ കൃത്യമായി ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു ശ്രമത്തിലേക്ക് നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആദ്യഘട്ട അന്വേഷണം ഷാർജയിലായിരുന്നു നടന്നത്. ഷാർജ പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഈ അന്വേഷണ റിപ്പോർട്ടുകളും തന്നെ ഈ കേരള പോലീസിന്റെ വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകുന്നത്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ, ഈ പ്രതി സതീഷിനെതിരെ ചുമത്താൻ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നും തീരുമാനമായിരിക്കുന്നത്. വിനീഷ്, മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ എന്തായാലും പ്രതി ഇനി കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. മറ്റ് നടപടികൾ, കാരണം ഇനി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തെളിവുകളുള്ളത് ഷാർജയിലാണ്. ഇതിന് തുടർ അന്വേഷണം എങ്ങനെയായിരിക്കും? ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തണം. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. കാരണം പ്രതി ഈ അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, തെളിവുകളടക്കം നേരത്തെ പുറത്തു വന്നതാണ്. ഇനിയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടോ അന്വേഷണ സംഘത്തിന്? തീർച്ചയായിട്ടും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള ഹൈക്കോടതി വിവാദമായ ഹാൽ സിനിമ കാണും. നിർമ്മാതാവിൻ്റെയും സംവിധായകനെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. സിനിമയുടെ പ്രദർശന തീയതിയും സ്ഥലവും ഹൈക്കോടതി ചൊവ്വാഴ്ച തീരുമാനിക്കുമെന്ന് ജസ്റ്റിസ് VG അരുൺ അറിയിച്ചു. ഹർജിയിലെ കക്ഷികളുടെ അഭിഭാഷകർക്കൊപ്പമാകും സിനിമ കാണുക. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, JSK സിനിമയ്ക്ക് ശേഷമാണ് ഹാൽ സിനിമയും ഈ രീതിയിൽ വിവാദമാകുന്നത്. സെൻസർ ബോർഡ് ചില ഭാഗങ്ങൾ കട്ട് ചെയ്യണം, റദ്ദാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെതിരെ സിനിമാ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നായിരിക്കും സിനിമ കാണുക? സ്ഥലം എവിടെയായിരിക്കും? ഇക്കാര്യത്തിൽ തീരുമാനം എന്നറിയാം. ടോം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി കോടതി പരിഗണിച്ചിട്ടുണ്ട്. കോടതിക്ക് മുൻപാകെ, അതായത് പ്രത്യേകിച്ചും സെൻസർ ബോർഡ്, കേന്ദ്ര സെൻസർ ബോർഡ് ചിത്രത്തിന് പ്രദർശന അനുമതി നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഹാലിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഹാൽ സിനിമയിൽ ബീഫ് ബിരിയാണി, അതുപോലെ സംഘം കാവലുണ്ട്, ധ്വജപ്രണാമം തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് പാടില്ല എന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത്. അതേസമയം
ഈ സിനിമ കാണണം എന്നുള്ളത് നിർമ്മാതാവിൻ്റെയും സിനിമ സംവിധായകൻ്റെയും ആവശ്യമായിരുന്നു. അവർ കോടതിയിൽ ഹർജിയിൽ അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് വി ജി അരുൺ അങ്ങനെ ഈ സിനിമ കാണാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ചൊവ്വാഴ്ചയാണ് സമയവും തീയതിയും അല്ലെങ്കിൽ എവിടെ കാണാം എന്നുള്ള കാര്യവും തീരുമാനിക്കാമെന്ന് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും ഇതിനൊപ്പം വേറൊരു കാര്യം കൂടിയുള്ളത്, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഹർജി കൂടി, അതായത് ഹർജിയിൽ കക്ഷി ചേരാനുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ അപേക്ഷയും കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിൽ വിയോജിപ്പൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള, ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള മെസ്സേജാണ് സിനിമയിലുള്ളത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം. അത് തന്നെയാണ്. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഇതിനൊപ്പം ഈ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ കത്തോലിക്ക കോൺഗ്രസ് നൽകിയത്. അപേക്ഷ സ്വീകരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ സെൻട്രൽ ബോർഡ് ഓഫ് സിനിമയുടെ പ്രമേയവുമായി ബന്ധപ്പെട്ടാണോ കത്തോലിക്ക കോൺഗ്രസിന് ആശങ്കയുള്ളത്? കക്ഷി ചേരാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കും? എന്താണ് ആ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നതും? പ്രധാനമായും ഹർജിയുടെ സിനിമയുടെ കോണ്ടന്റ്, അതിൽ ഇത്തരത്തിൽ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന തരത്തിലുള്ള സിനിമയുടെ ഉള്ളടക്കം അത്തരത്തിലാണ് എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആരോപണം. അതാണ് ആ ആരോപണത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ കക്ഷി ചേരാനുള്ള കത്തോലിക്ക കോൺഗ്രസ് അപേക്ഷ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ സിനിമാ നിർമ്മാതാവും സംവിധായകനും യോജിപ്പ് പ്രകടിപ്പിച്ചില്ല. അവർ കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി ചേരാമെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു. അതിനുശേഷം അതുകൊണ്ട് അവരും കൂടി ഇതിൽ കക്ഷി ചേർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ സിനിമയിലെ പ്രധാനപ്പെട്ട, അതായത് സിനിമ സർട്ടിഫിക്കേഷൻ നൽകാതിരിക്കാനുള്ള, സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ബിരിയാണി, അതുപോലെ ധ്വജപ്രണാമം, രാഖി, സംഘം കാവലുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങൾ അതിലുണ്ട്. അതൊക്കെ മാറ്റണം. എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന സെൻസർ ബോർഡ് മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിയിരുന്നാൽ പോലും സർട്ടിഫിക്കറ്റ് മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് CBSEയുടെ നിലപാട്. അങ്ങനെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹർജി വീണ്ടും ചൊവ്വാഴ്ച പരിഗണിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതായത് സിനിമയുടെ നിർമ്മാതാവും സിനിമ സംവിധായകനും ആവശ്യപ്പെട്ടിരുന്നു, കോടതി സിനിമ കാണണം എന്നാവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ സിനിമ എപ്പോൾ കാണും അല്ലെങ്കിൽ എവിടെ വെച്ച് കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതി അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നുണ്ടോ? യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കേരള ഹൈക്കോടതി വിവാദമായ ഹാൽ സിനിമ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.